കൂടുതൽ വിശേഷങ്ങൾ നമ്മളോടൊപ്പം പങ്കുവയ്ക്കാനായി പതിവ് പോലെ പ്രദീപ് സാറിനെ വെൽക്കം ചെയ്യാം. ഗുഡ് മോർണിംഗ് പ്രദീപ് സാർ, വെൽക്കം ടു ദ ഷോ. മോർണിംഗ് പ്രിയ, മോർണിംഗ് വ്യൂവേഴ്സ്. US വിപണിയെ സംബന്ധിച്ച് ഒരു മുന്നേറ്റം തന്നെയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. US വിപണിയിൽ ഇനി മുന്നോട്ടേക്ക് നമ്മൾ പ്രധാനമായിട്ടും ഇനി വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ പ്രിയ, ഇന്നലെ അമേരിക്കൻ നാസ്ഡാക്ക് ഇൻഡെക്സ് ആൻഡ് ഡൗ ജോൺസ് ഇൻഡെക്സിലും രണ്ടിലും തന്നെ നമുക്ക് വീണ്ടും ഒരു ഷോർട്ട് കവറിംഗ് കാണാൻ സാധിച്ചു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഷോർട്ട് ടേം ട്രെൻഡ് കണ്ടിന്യൂസ് ടു ബി ബെയറിഷ്. ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ നമുക്ക് ഒരു ഷോർട്ട് ടേം ബുള്ളിഷ് ട്രെൻഡ് വരണമെങ്കിൽ 38,800 പോയിന്റ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. സോ വിൽ ഹാവ് ടു ബി പേഷ്യൻ. നമ്മളത് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഉറപ്പ് നൽകാൻ സാധിക്കത്തുള്ളൂ ദാറ്റ് ദി ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് ടേൺഡ് ബുള്ളിഷ്. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ 18,000 പോയിന്റ്സ് തന്നെ ആയിരിക്കും റെസിസ്റ്റൻസ് ലെവൽ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ മാത്രമേ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറാൻ പോകുന്നുള്ളൂ. ബട്ട് ഇൻട്രസ്റ്റിംഗ്ലി നമുക്ക് നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ 17,200 പോയിന്റിൽ പുതിയൊരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ആൻഡ് എനിക്ക് തോന്നുന്നില്ല ഇമ്മീഡിയറ്റ് ആയിട്ട് ആ ഒരു സപ്പോർട്ട് ബേസ് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. കമ്മോഡിറ്റി മാർക്കറ്റ്സിൽ ഡെറിവേറ്റീവ്സിൽ ബ്രന്റ് ക്രൂഡിനെ സംബന്ധിച്ച് 0.19% ഒരു മുന്നേറ്റത്തിൽ ബാരലിന് 83.83 എന്ന റേഞ്ചിലാണ് ക്രൂഡ് മുന്നോട്ട് പോകുന്നത്. ക്രൂഡിനെ സംബന്ധിച്ച് ഇനി നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? ക്രൂഡിന്റെ കേസിൽ വീണ്ടും ഇന്നലെ നമുക്ക് ഒരു വീക്ക്നെസ് കാണാൻ സാധിച്ചിരുന്നു. ആൻഡ് ക്രൂഡിന്റെ കേസിൽ ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് നിലവിൽ ബെയറിഷായി മാറിക്കഴിഞ്ഞു. ക്രൂഡിന്റെ ഏറ്റവും മുഖ്യമായിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ നമുക്ക് കാണാൻ സാധിക്കുന്നത് $78. നമുക്ക് ഇത്രയും കനത്ത ഒരു സെല്ലിങ്ങിനെ തുടർന്ന് വി ക്യാൻ നൗ എക്സ്പെക്ട് എ ഷോർട്ട് കവറിംഗ് ഇൻ ദ കേസ് ഓഫ് ക്രൂഡ്. ആൻഡ് ക്രൂഡിന്റെ കേസിൽ നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് ഇനി ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ $82 ആയിരിക്കും. $82 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും ക്രൂഡിന്റെ കേസിൽ. ഗോൾഡിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഫ്ലാറ്റ് ആയിട്ടാണ് ഇപ്പോൾ ഡെറിവേറ്റീവ്സിൽ മുന്നോട്ട് പോകുന്നത്. ട്രൈ ഔൺസിന് $2,301.83 എന്ന റേഞ്ചിലാണ് ഗോൾഡ് മുന്നോട്ട് പോകുന്നത്. ഗോൾഡിനെ സംബന്ധിച്ച് സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? ഗോൾഡിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. ബട്ട് ഷോർട്ട് ടേം ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ഒരു സൈഡ് വേസ് പാറ്റേണായി ഫോം ചെയ്തു വരുന്നത്. സ്വർണത്തിന്റെ കേസിൽ $2,260 ആയിരിക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു സപ്പോർട്ട് ഏരിയ. ആൻഡ് നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത് $2,350. $2,350 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ മാത്രം നമുക്കൊരു പുതിയ ഷോർട്ട് ടേം ബൈയിങ് അവസരം ലഭിക്കും. ആഭ്യന്തര വിപണിയിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 43 പോയിന്റിന്റെ നേട്ടത്തിൽ 22,648 എന്ന റേഞ്ചിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ ഒരു സെഷനിൽ 22,710 എന്നൊരു ഇൻട്രാഡേ ഹൈയിലേക്ക് ഉയരാൻ വേണ്ടിയിട്ട് നിഫ്റ്റിക്ക് സാധിച്ചിരുന്നു. എങ്കിൽ പോലും ഇൻട്രാഡേ ലോ പരിശോധിക്കുകയാണെങ്കിൽ 22,567 എന്നുള്ള ഒരു ഓപ്പണിംഗ് ആണ് കഴിഞ്ഞ ദിവസം നിഫ്റ്റി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ച് ഇന്നത്തെ വിപണിയിൽ പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി 50യുടെ അണ്ടർടോൺ ഇസ് വെരി വെരി ബുള്ളിഷ്. നമ്മളെ മാർക്കറ്റിൽ പൂർണ്ണമായിട്ട് ഷോർട്ട് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല സ്ട്രാറ്റജി. നിഫ്റ്റി 50യുടെ കേസിൽ 22,800 പോയിന്റ് ഏറ്റവും മേജർ റെസിസ്റ്റൻസ്. ആൻഡ് മൈ എക്സ്പെക്ടേഷൻ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടും. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു ഓൾ ടൈം ഹൈ ആയിരിക്കും മാർക്കറ്റിൽ കാണാൻ സാധിക്കുന്നത്. ആ ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലെവലിൽ നിന്നും വീണ്ടും നമുക്ക് 300 മുതൽ 400 പോയിന്റിന്റെ നേട്ടം എക്സ്പെക്ട് ചെയ്യാം. അതോടൊപ്പം നിഫ്റ്റി ബാങ്കിലേക്ക് വരുന്ന സമയത്ത് അവസാന നിമിഷത്തിൽ 165 പോയിന്റിന്റെ ഒരു ഇടിവിൽ 49,231 എന്നുള്ള റേഞ്ചിലായിരുന്നു നിഫ്റ്റി ബാങ്ക് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നലെ തുടക്ക സമയങ്ങളിൽ 49,529 എന്നൊരു ഇൻട്രാഡേ ഹൈയിലേക്ക് വരാൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു. ഇന്നലത്തെ ഇൻട്രാഡേ ലോ പരിശോധിക്കുകയാണെങ്കിൽ 49,123 എന്നൊരു റേഞ്ചിലേക്ക് നിഫ്റ്റി ബാങ്ക് താഴ്ന്നൊരു സ്ഥിതിവിശേഷം കാണാൻ സാധിച്ചിരുന്നു. നിഫ്റ്റി ബാങ്കിൽ സാറിന്റെ പ്രധാനമായിട്ടും വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റിയെ പോലെ തന്നെ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിലും ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ട്രെൻഡ് രണ്ടും തന്നെ വളരെ ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. 48,800 പോയിന്റിൽ വളരെ മേജർ സപ്പോർട്ട് ലെവൽ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന് ഫോം ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. എങ്കിലും നമുക്കൊരു കൺഫർമേഷൻ ലഭിക്കണമെങ്കിൽ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് ഇന്നത്തെ ട്രേഡിംഗിൽ 49,550 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം.
ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 49,650, അതിനെ തുടർന്ന് 50,200 പോയിന്റിലും അതിനെ തുടർന്ന് 50,500 പോയിന്റിലും ആയിരിക്കും റെസിസ്റ്റൻസസ്. അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ ഫിൻനിഫ്റ്റിയുടെ കാര്യം കൂടി ഞാൻ സാറിനോട് ചോദിക്കുകയാണ്. കഴിഞ്ഞൊരു ദിവസത്തിൽ 32 പോയിന്റിന്റെ നേട്ടത്തിൽ 21,873 എന്ന റേഞ്ചിലായിരുന്നു ഫിനാൻഷ്യൽ സർവീസസ് സൂചിക വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നലത്തെ ഒരു ഇൻട്രാഡേയിൽ 21,967 എന്നുള്ള റേഞ്ചിലേക്ക് ഉയരുന്നതിന് വേണ്ടിയിട്ടും ഫിനാൻഷ്യൽ സർവീസസ് സൂചികയ്ക്ക് സാധിച്ചിരുന്നു. ചോളമണ്ഡലം ഫിനാൻസ് അടക്കമുള്ള പല ഓഹരികൾക്കും നല്ലൊരു മുന്നേറ്റം കഴിഞ്ഞൊരു സെഷനിൽ കാണാൻ സാധിച്ചിരുന്നു. ഫിനാൻഷ്യൽ സർവീസസ് സൂചികയെ സംബന്ധിച്ച് ഇനി പ്രധാനമായിട്ട് നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ ഫിനാൻഷ്യൽ സർവീസസ് ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ അതൊരു റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവലിന് അടുത്ത ട്രേഡിംഗ് നടത്തി വരുന്നത്. ആൻഡ് 22,200 പോയിന്റ് ആയിരിക്കും ഏറ്റവും മുഖ്യമായിട്ടുള്ളൊരു റെസിസ്റ്റൻസ്. എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ ഈ വരുന്ന സെഷൻസിൽ തന്നെ ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്യപ്പെടും. ആൻഡ് നിഫ്റ്റി ഫൈനാൻഷ്യൽ സർവീസസ് ഇൻഡെക്സിലെ ബെയറിഷ്നെസ് വരുന്നെങ്കിൽ 21,700 പോയിന്റിന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടാം. അത് ഇന്നത്തെ ട്രേഡിംഗിൽ ബ്രേക്ക് ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നില്ല. യെസ്, അതോടൊപ്പം തന്നെ സർ കഴിഞ്ഞൊരു സെഷനിൽ ഇൻട്രാഡേയിൽ ഏറ്റവും അധികം ഒരു ലീഡ് ചെയ്ത് നിന്നുള്ള ടോപ്പ് ഗെയിനേഴ്സിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു ഓഹരിയായിരുന്നു ഏഷ്യൻ പെയിന്റ്സ്. ഏഷ്യൻ പെയിന്റ്സിനെ സംബന്ധിച്ച ക്ലോസിംഗ് സമയത്ത് 3% ഒരു നേട്ടത്തിൽ ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏഷ്യൻ പെയിന്റ്സിന്റെ ഓഹരികൾക്ക് സാധിച്ചിരുന്നു. ഏഷ്യൻ പെയിന്റ്സിനെ സംബന്ധിച്ച് സാറിന്റെ മുന്നോട്ടേക്കുള്ള ഒരു വ്യൂ എന്താണ്? ഏഷ്യൻ പെയിന്റ്സിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ 3,420 രൂപയിലായിരുന്നു ഏഷ്യൻ പെയിന്റ്സിന്റെ ഒരു ടോപ്പ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിനെ തുടർന്ന് 3 മാസത്തെ ഒരു വലിയൊരു കറക്ഷൻ ആയിരുന്നു നമുക്ക് ഏഷ്യൻ പെയിന്റ്സിന്റെ കേസിൽ കാണാൻ സാധിച്ചത്. വളരെ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു സപ്പോർട്ട് ബേസ് 2,750 രൂപയിൽ ഫോം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഗ്രാജുവലായിട്ട് നമുക്ക് ശക്തമായ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് ഏഷ്യൻ പെയിന്റ്സിലും അതുപോലെ തന്നെ ആക്സോ ഇന്ത്യയിലും കാണാൻ സാധിച്ചിരുന്നു. ആൻഡ് ഈ 2 സ്റ്റോക്സിലും കഴിഞ്ഞ 2 സെഷൻസിലായിട്ട് നമുക്ക് ശക്തമായ ഒരു ബൈയിങ് ഇൻട്രസ്റ്റും കാണാൻ സാധിച്ചിട്ടുണ്ട്. ഷോർട്ട് ടേം ട്രെൻഡ് വീണ്ടും ഏഷ്യൻ പെയിന്റ്സിന്റെ കേസിൽ ബുള്ളിഷായി മാറിയിരിക്കുന്നു. നമുക്ക് കറന്റ് ലെവൽസിൽ ലോങ് പൊസിഷൻ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാം. അടുത്ത മേജർ റെസിസ്റ്റൻസ് 3,100 രൂപയിലായിരിക്കും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ വീണ്ടും ഒരു 100-150 രൂപയുടെ നേട്ടം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ കോൾ ഇന്ത്യ, കഫോജ് അടക്കമുള്ള പല സ്റ്റോക്കുകളും തങ്ങളുടെ 4ാം പാദ ഫലങ്ങൾ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കോൾ ഇന്ത്യയെ സംബന്ധിച്ച് 8,640 കോടി രൂപയാണ് കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റ് ഇനത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഏകദേശം ഇയർ ഓൺ ഇയർ ബേസിസിൽ 25% വർധനവ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ റവന്യൂ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ 37,410 കോടി രൂപയായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു മാർജിനൽ ഡിക്ലൈൻ ആണ് റവന്യൂ കമ്പനി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. കോൾ ഇന്ത്യയെ സംബന്ധിച്ച് കഴിഞ്ഞ ഒരു വിപണിയിൽ 0.53% ഇടിവിൽ 451 രൂപ എന്നുള്ള റേഞ്ചിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കോൾ ഇന്ത്യയിൽ ഇന്നത്തെ വിപണിയിൽ പ്രധാനമായിട്ട് നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? കോൾ ഇന്ത്യയുടെ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയി തുടരുന്നു. ബട്ട് ഷോർട്ട് ടേം ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. ഇന്നത്തെ ട്രേഡിംഗിൽ എനിക്ക് തോന്നുന്നില്ല നമുക്കൊരു ബൈയിങ് അവസരം ഈ സ്റ്റോക്കിൽ ലഭിക്കുമെന്ന്. ഈ സ്റ്റോക്ക് 470 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രം നമുക്കൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി കിട്ടും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് 30 മുതൽ 40 രൂപയുടെ നേട്ടം ഷോർട്ട് ടേമിൽ എക്സ്പെക്ട് ചെയ്യാം. യെസ് സർ, അതോടൊപ്പം തന്നെ നമുക്ക് ഇന്നത്തെ മാർക്കറ്റ് പ്ലസിൽ മറ്റൊരു അതിഥി കൂടി നമ്മുടെ ഷോയിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റും ഒപ്പം തന്നെ ലിവ് ലോങ് വെൽത്ത് ഫൗണ്ടറുമായിട്ടുള്ള ഹരിപ്രസാദ് സാറ് നമ്മളോടൊപ്പം മാർക്കറ്റ് പ്ലസിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തെ കൂടി നമുക്ക് വെൽക്കം ചെയ്യാം. ഗുഡ് മോർണിംഗ് സർ, വെൽക്കം ടു ദ ഷോ. സർ, ആദ്യമായിട്ട് ഞാൻ നിഫ്റ്റിയുടെ ലെവൽസ് തന്നെ ചോദിക്കുകയാണ്. കാര്യം കഴിഞ്ഞ ദിവസം നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു നേട്ടത്തിൽ തന്നെ ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാധിച്ചിരുന്നു. ഇൻട്രാഡേയിൽ നോക്കുകയാണെങ്കിലും 22,700 എന്നൊരു ലെവലൊക്കെ മറികടക്കുന്നതിന് വേണ്ടിയിട്ട് നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് പ്രധാനമായിട്ടും സാറിനെ സംബന്ധിച്ച് നിഫ്റ്റിയിൽ വാച്ച് ചെയ്യുന്ന റെസിസ്റ്റൻസ് സപ്പോർട്ട് ലെവലുകൾ ഏതൊക്കെയാണ്? ഇപ്പോഴത്തെ കേസിനകത്ത് ഇപ്പൊ നിഫ്റ്റിനകത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ മാർക്കറ്റിന്റെ ഓൾ ടൈം ഹൈ തന്നെയാണ്. ഓക്കെ, ഇപ്പൊ മാർക്കറ്റ് ട്രേഡ് ചെയ്യണ നിയർലി 22,650 ലെവൽസിന്റെ അടുത്താണ്. അപ്പം 22,700, 770, 22,800 ലെവൽസ് വരെ നമ്മൾ അപ്സൈഡ് മൂവ് ആന്റിസിപ്പേറ്റ് ചെയ്തെല്ലാം അവിടെ ആയിരിക്കും. ഓൾ ടൈം ഹൈ ആണ് നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യുന്നത്.
അപ്പോൾ അതിന്റെ ബ്രേക്ക് ഔട്ട് തന്നെ ട്രേഡ് ചെയ്യാനാണ് നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോഴേ നമ്മൾ നമ്മുടെ പൊസിഷൻസ് എല്ലാം ലോങ് സൈഡ് ആണ് ഇപ്പോഴത്തെ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ. നിഫ്റ്റിയിലാണെങ്കിലും ഇൻഡിവിജ്വൽ സ്റ്റോക്സ് ആണെങ്കിലും നമ്മൾ കുറെ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സാർ ഇതിനു മുൻപ് നമ്മളുടെ മാർക്കറ്റ് പ്ലസ് ഷോയിൽ SBI കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. സ്വിംഗ് ട്രേഡേഴ്സിന് SBI ബൈ ചെയ്യാന്നുള്ള കാര്യം സാർ ഇതിനു മുൻപ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സാർ പറഞ്ഞതിന് ശേഷം നോക്കുകയാണെങ്കിൽ SBIയുടെ റാലി നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 30% SBIയുടെ സ്റ്റോക്ക് ഉയർന്നിട്ടുമുണ്ട്. ഇപ്പോഴത്തെ ഈ ഒരു ടൈമിൽ സാർ മുന്നോട്ടേക്ക് സ്വിംഗ് ട്രേഡേഴ്സിനായിട്ട് ഏതെങ്കിലും സ്റ്റോക്സ് സജസ്റ്റ് ചെയ്യുന്നുണ്ടോ? SBI ഇപ്പോഴും ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ പാർഷ്യൽ ബുക്ക് ചെയ്യാം. ഓക്കെ, ബേസിക്കലി കാരണം നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞത് നിയർലി ഒരു 2 months മുമ്പാണ് നമ്മൾ ഈ അപ്ഡേറ്റ് തന്നത്. അപ്പോൾ അതിനുശേഷമുള്ള മൂവ്മെന്റിന് ശേഷം ഇപ്പോഴും റൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് പാർഷ്യൽ പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എടുത്ത എൻട്രിയുടെ നിയർലി ഒരു 50% നിങ്ങൾക്ക് കട്ട് ചെയ്യാം. എന്നിട്ട് ഇപ്പോഴും SBI ബുള്ളിഷ് ആയിട്ട് തന്നെ കണ്ടിന്യൂ. അപ്പോൾ അതുകൊണ്ട് ഹോൾഡ് ചെയ്യാം ബാക്കി ക്വാണ്ടിറ്റി. ഇപ്പോഴത്തെ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന സ്റ്റോക്സ് ബയോകോൺ, വേദാന്ത ലിമിറ്റഡ്, ഈ 2 സ്റ്റോക്സും ഇപ്പോഴത്തെ ഒരു പോയിന്റ് ഓഫ് ടൈം എൻട്രി നല്ലതാണ്. ബയോകോണും പിന്നെ അതുപോലെ തന്നെ വേദാന്ത ലിമിറ്റഡ്. നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വേദാന്ത ലിമിറ്റഡ് കേസിനകത്ത് ഇപ്പോൾ കറന്റ് പ്രൈസിങ്ങിനകത്ത് എൻട്രി ചെയ്യാം. ഇപ്പോഴത്തെ ട്രേഡിംഗ് പ്രൈസ് നിയർലി 410 ആണ്. പക്ഷേ ഇതിനകത്തൊരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് എക്സിറ്റ്, ഒരു 400 അടിയിലോട്ട് പ്രൈസ് വരുവാണെങ്കിൽ നിങ്ങൾ ഒരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് ആയിട്ട് ഒരു എക്സിറ്റ് എടുക്കണം. 400 അടിയിലോട്ട് വന്നു കഴിഞ്ഞാൽ പ്രൈസ് 400 അടിയിൽ ഒരു ഡെയിലി ടൈം ഫ്രെയിമിൽ ഒരു ക്ലോസിംഗ് തന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളത് ഹോൾഡ് ചെയ്യാൻ പാടില്ല. അതാണ് വേദാന്ത ലിമിറ്റഡിന്റെ കേസിനകത്തുള്ള കാര്യം. ഇപ്പോഴത്തെ കറന്റ് പ്രൈസിനകത്ത് ബൈ ചെയ്യാം, പക്ഷെ 400 അടിയിനകത്തോട്ട് ഒരു ഡെയിലി ടൈം ഫ്രെയിം തന്നു കഴിഞ്ഞാൽ പിന്നെ ഹോൾഡ് ചെയ്യരുത്. അതേപോലെ തന്നെ ബയോകോണിന്റെ കേസ് വരുവാണെങ്കിലും ഇപ്പോഴത്തെ പ്രൈസ് നിയർലി 310 ആണ്. ഇപ്പോഴത്തെ കറന്റ് പ്രൈസിങ് 310-നകത്ത് നിങ്ങൾക്ക് എൻട്രി ചെയ്യാം. പക്ഷെ പ്രൈസ് 300-ന്റെ അടിയിൽ ഒരു ഡെയിലി ടൈം ഫ്രെയിമിനകത്ത് 300-ന്റെ അടിയിൽ ഒരു ക്ലോസിംഗ് തന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഹോൾഡ് ചെയ്ത് എക്സിറ്റ് ചെയ്യണം. അപ്പോൾ ബയോകോണും വേദാന്ത ലിമിറ്റഡും ഇപ്പോഴത്തെ ഒരു കണ്ടീഷനകത്ത് എൻട്രി ചെയ്യാൻ പറ്റുന്ന 2 സ്റ്റോക്സ് ആണ് ഇപ്പോഴത്തെ കണ്ടീഷൻസിനകത്ത്. ഓക്കെ സാർ, അതോടൊപ്പം തന്നെ മറ്റൊരു ചോദ്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, സാറിന് ഇപ്പോൾ ഈ ഒരു സെക്ടേഴ്സിൽ ഏതെങ്കിലും പ്രിഫറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫേവറബിൾ ആയിട്ടുള്ള ഏതെങ്കിലും സെക്ടേഴ്സ് ഉണ്ടോ? അതോടൊപ്പം തന്നെ കോഷ്യസ് ആയിട്ട് സാർ നോക്കി നിൽക്കുന്ന ഏതെങ്കിലും സെക്ടേഴ്സോ സ്റ്റോക്സോ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ എല്ലാ സെക്ടേഴ്സിനകത്തും ഞാൻ ഫോക്കസ് ചെയ്തത്. ഞാൻ ആകെപ്പാടെ മെയിനായിട്ട് ഫോക്കസ് സെക്ടർ വൈസ് നോക്കുവാണെങ്കിൽ ഞാൻ ബാങ്കിങ് സെക്ടർ മാത്രമേ ഫോക്കസ് ചെയ്യാറുള്ളൂ. ബാങ്കിങ് സെക്ടറും ബാങ്കിങ് സ്റ്റോക്സുമാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ പിന്നെ എന്താ പറയുക, ഇപ്പോഴത്തെ ഒരു നമുക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ ഇതിൽ IT സെക്ടർ സ്റ്റോക്സിനകത്തും ബ്രേക്ക്ഔട്ട്സ് നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. ഇതെല്ലാം സ്വിങ്സ് ആണ്. പിന്നെ എൻ്റെ ഒരു ഓരോ ട്രേഡിൻ്റെ ഒരു ആവറേജ് ഹോൾഡിംഗ് ഡ്യൂറേഷൻ മാക്സ് ടു മാക്സ് 1 to 2 months. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവ് ഞാൻ നോക്കാറില്ല. സോ ബേസിക്കലി യു ക്യാൻ ലുക്ക് അറ്റ് ദി IT സ്വിങ്സ്. യെസ് സർ, മനസ്സിലായി. ഏതായാലും നമുക്ക് പ്രദീപ് സാറിലേക്കും കൂടി തിരിച്ചു വരേണ്ടതുണ്ട്. നമുക്ക് പ്രദീപ് സാറിനെ വെൽക്കം ചെയ്യാം. പ്രദീപ് സാർ, നമ്മളിപ്പോൾ റിസൾട്ട് വന്ന കമ്പനികളെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. കഫോജിന്റെ റിസൾട്ടുകളും കഴിഞ്ഞ ദിവസങ്ങളിൽ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കഫോജിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് ഇനത്തിൽ 229 കോടി രൂപയായിരുന്നു അറ്റാദായമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. കമ്പനിയെ സംബന്ധിച്ച് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ബേസിസിൽ ഓൾമോസ്റ്റ് ഒരു 6% ഒരു ഇടിവാണ് കഫോജ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം തന്നെ റവന്യൂ പരിശോധിക്കുകയാണെങ്കിലും കാര്യമായിട്ടുള്ള പറയത്തക്ക ഒരു വർധനവ് രേഖപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. 2358 കോടി രൂപയാണ് വരുമാന ഇനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞൊരു സെഷനിൽ കഫോജിന്റെ ഓഹരികളെ സംബന്ധിച്ച് 2% ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. 4979 എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കഫോജിൽ ഇന്ന് നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? പ്രിയ, അൺഫോർച്ചുനേറ്റ്ലി കഫോജ് ആൻഡ് മറ്റ് വലിയ IT സ്റ്റോക്സ് നോക്കിക്കഴിഞ്ഞാൽ ട്രെൻഡ് ഇസ് വെരി മച്ച് ബെയറിഷ്. ആൻഡ് കഫോജിന്റെ കേസിൽ ലോങ് പൊസിഷൻസ് ഹോൾഡ് ചെയ്യുന്നത് ഒട്ടും അഡ്വൈസബിൾ അല്ല. സോ നമ്മുടെ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല സ്ട്രാറ്റജി. ഇൻഫാക്ട് കഫോജ്, ഇൻഫോസിസ്, വിപ്രോ മുതലായ സ്റ്റോക്സിൽ ഒന്നും തന്നെ ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരവും എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. റിസൾട്ട് വരാനിരിക്കുന്ന കുറച്ച് കമ്പനീസും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അതിൽ പ്രധാനമായിട്ടും ടൈറ്റൻ തന്നെയാണ്. ടൈറ്റനെ സംബന്ധിച്ച് കഴിഞ്ഞൊരു സെഷനിൽ 3574 എന്ന റേഞ്ചിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ടൈറ്റനെ സംബന്ധിച്ച് ഇന്ന് നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? എഗൈൻ ടൈറ്റന്റെ കേസ് എടുത്തു കഴിഞ്ഞാലും ടൈറ്റന്റെ ഒരു ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേമിൽ നമുക്ക് ഒരു സൈഡ് വേസ്
പാറ്റേൺ കാണാൻ സാധിക്കുന്നത്. ടൈറ്റന്റെ കേസിലും ലോ റിസ്ക് ആയിട്ട് നമുക്ക് ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റിയും ടൈറ്റനിൽ കാണുന്നില്ല. നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 3440 രൂപ. ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നമ്മൾ ഈ സ്റ്റോക്കിലെ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ ഹോൾഡ് ചെയ്യാൻ പാടില്ല. അതോടൊപ്പം MRFന്റെ റിസൾട്ടുകളും ഇന്ന് റിലീസ് ചെയ്യാനിരിക്കുകയാണ്. MRFനെ സംബന്ധിച്ച് കഴിഞ്ഞ സെഷനിൽ 1% നേട്ടത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. MRFൽ നമ്മൾ പ്രധാനമായിട്ടും ഇനി വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? MRFന്റെ ട്രേഡിംഗ് ഈസ് അറ്റ് ഓൾമോസ്റ്റ് ആൻ ഓൾ ടൈം ഹൈ. സോ കമ്പനിയുടെ കേസിൽ ഒരു വീക്ക്നെസ്സും കാണാൻ സാധിക്കുന്നില്ല. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് ഈ ഹൈ ലെവൽസിൽ ഒരു പുതിയ ലോ റിസ്ക് എൻട്രി അവസരം എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. സോ ഞാൻ ഇന്നലത്തെ ഫോർത്തിൽ ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. ആക്ച്വലി ടയർ ഇൻഡസ്ട്രി ജനറലി. സോ ക്രൂഡ് ഓയിലിന്റെ വില ഇടിയുന്ന സമയത്ത് നാച്ചുറലി ടയർ ഇൻഡസ്ട്രി, ഫെർട്ടിലൈസർ ഇൻഡസ്ട്രി, ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസ് മുതലായ കമ്പനീസ് ഒക്കെ അത് വളരെ ഫേവറബിൾ ആയിരിക്കും. ആൻഡ് MRFനെ കുറിച്ച് ചോദിച്ചതുകൊണ്ട് ഇപ്പം നമ്മൾ അപ്പോളോ ടയർസിന്റെ സ്പെസിഫിക് കേസ് നോക്കിക്കഴിഞ്ഞാൽ അപ്പോളോ ടയർസിൽ നമുക്ക് കഴിഞ്ഞ 3 ആഴ്ചകളായിട്ട് വി ആർ സീയിങ് എ ഗ്രാജുവൽ ബൈയിങ് ഇൻട്രസ്റ്റ്. അപ്പോളോ ടയർസിന്റെ കേസിൽ 523 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നമുക്കൊരു ഷോർട്ട് ടേം ട്രേഡിംഗ് അവസരം ഈ സ്റ്റോക്കിൽ തീർച്ചയായിട്ടും ലഭിക്കും. സർ, അതോടൊപ്പം തന്നെ ഫെർട്ടിലൈസേഴ്സ് കമ്പനികളെ കുറിച്ചും കൂടി ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തിൽ മദ്രാസ് ഫെർട്ടിലൈസേഴ്സിനെ സംബന്ധിച്ച് 0.16% ഒരു ഇടിവിൽ 92 രൂപ എന്നൊരു റേഞ്ചിലായിരുന്നു സ്റ്റോക്ക് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കമ്പനിയെ സംബന്ധിച്ചും കഴിഞ്ഞൊരു 1 മന്ത് ആയിട്ട് അല്ലെങ്കിൽ ഇയർ ടിൽ ഡേറ്റിലെ പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്ത് ഒരു നെഗറ്റീവ് റിട്ടേൺ ആണ് ഈ ഒരു സ്റ്റോക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. മദ്രാസ് ഫെർട്ടിലൈസേഴ്സുമായി ബന്ധപ്പെട്ട് സാറിന്റെ ഒരു വ്യൂ എന്താണ്? ബുള്ളിഷ് ആൻഡ് MRFന്റെ കേസിൽ 95-96 രൂപയിൽ വളരെ സ്ട്രോങ് ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ബട്ട് മൈ എക്സ്പെക്ടേഷൻ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടും. ആൻഡ് ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് 10 മുതൽ 14% നേട്ടം ഷോർട്ട് ടേമിൽ തന്നെ എക്സ്പെക്ട് ചെയ്യാം. ആൻഡ് മദ്രാസ് ഫെർട്ടിലൈസേഴ്സിന്റെ കൂടെ തന്നെ നമ്മളിപ്പോൾ രാഷ്ട്രീയ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ സിമിലർ ബുള്ളിഷ് പാറ്റേൺ, ബുള്ളിഷ് സെറ്റപ്പ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കേരള ബേസ്ഡ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാൻകോ FACTയുടെ കേസിൽ സിമിലർ പാറ്റേൺ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. FACTയുടെ കേസിൽ 740 രൂപയായിരിക്കും ഏറ്റവും മുഖ്യമായിട്ടുള്ള റെസിസ്റ്റൻസ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. അതുപോലെ തന്നെ നാഷണൽ ഫെർട്ടിലൈസർ നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ വളരെ സ്ട്രോങ് ഒരു ബുള്ളിഷ് സെറ്റപ്പാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മേജർ റെസിസ്റ്റൻസ് നാഷണൽ ഫെർട്ടിലൈസേഴ്സിൽ 109 രൂപയിലാണ് കാണുന്നത്. സോ നാഷണൽ ഫെർട്ടിലൈസർ, മദ്രാസ് ഫെർട്ടിലൈസർ, രാഷ്ട്രീയ കെമിക്കൽസ് ആൻഡ് FACT ഈ 4 സ്റ്റോക്സിലും നമുക്ക് അടുത്ത 2-3 സെഷൻസിൽ ബുള്ളിഷ്നെസ് പ്രതീക്ഷിക്കാം. ഏതായാലും പ്രേക്ഷകരുടെ ക്വറീസ് ഒക്കെ തന്നെ നമുക്ക് അഡ്രസ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അതിലൊരു പ്രേക്ഷകൻ ആദ്യമായി ചോദിച്ചിരിക്കുന്നത് റെസ്റ്റോറന്റ് ബ്രാൻഡ്സ് ഏഷ്യ ലിമിറ്റഡുമായി ബന്ധപ്പെട്ട സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ സെഷനിൽ നോക്കുകയാണെങ്കിൽ 99 രൂപ എന്ന റേഞ്ചിലായിരുന്നു ക്ലോസ് ചെയ്തിരുന്നത്. So Restaurant Brands India is a small cap stock, and unfortunately Restaurant Brands Asia'യുടെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. ഇമ്മീഡിയറ്റ് ആയിട്ട് ഇതിലൊരു സപ്പോർട്ടും എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. സോ കൈവച്ചൻ ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് വൈൻഡ് അപ്പ് ചെയ്യാൻ നോക്കുക. ആൻഡ് പുതിയ ലോങ് പൊസിഷൻസ് തൽക്കാലം അവോയ്ഡ് ചെയ്യുക. നമുക്കൊരു ബോട്ടം കൺഫർമേഷൻ ലഭിച്ചതിന് ശേഷം മാത്രം പുതിയ ലോങ് പൊസിഷൻസ് കൺസിഡർ ചെയ്യാം. സുമേഷ് എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ജ്യോതി ലാബുമായി ബന്ധപ്പെട്ട സാറിന്റെ വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ സെഷനിൽ 0.85% നേട്ടത്തിൽ 438 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സോ ജ്യോതി ലാബിന്റെ കേസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ജനുവരി മാസത്തിന് ശേഷം നല്ലൊരു ഹെൽത്തി കറക്ഷനായി ഈ സ്റ്റോക്കിൽ കാണാൻ സാധിച്ചത്. ജനുവരി മാസത്തിലെ തുടക്കത്തിൽ ഈ സ്റ്റോക്കിന്റെ ഒരു പീക്ക് ലെവല് നമുക്ക് 550 രൂപയ്ക്ക് അടുത്താണ് കാണാൻ സാധിക്കുന്നത്. ബട്ട് മാർച്ച് മാസത്തിന് ശേഷം 380-390 റേഞ്ചിൽ വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റോക്ക് ഇന്നത്തെ ട്രേഡിംഗിൽ 450 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ ഇൻ ദ ഷോർട്ട് ടേം ഇറ്റ്സെൽഫ് നമുക്കൊരു 10% നേട്ടം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. ഹസീം എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് IDFCയുമായി ബന്ധപ്പെട്ട IDFC ഫസ്റ്റ് ബാങ്കുമായി ബന്ധപ്പെട്ട സാറിന്റെ വ്യൂ ആണ്. IDFC ഫസ്റ്റ് ബാങ്കിന്റെ റിസൾട്ട് അത്ര സാറ്റിസ്ഫാക്ടറി അല്ലായിരുന്നു.
എങ്കിൽ പോലും ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് 82 രൂപയ്ക്ക് അടുത്തൊരു കൺസോൾട്ടേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ഈ സ്റ്റോക്കിന്റെ ഒരു മേജർ റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്ന 87 രൂപയില 87 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ മാത്രം നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 79 രൂപയിൽ നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടിയിരിക്കുന്നു. ആൻഡ് മഹീന്ദ്രയുടെ കേസ് നോക്കുമ്പോഴേക്കും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ വളരെ ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. ഇൻഫാക്ട് ഇന്നലത്തെ ട്രേഡിംഗിൽ നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ ഈ സ്റ്റോക്ക് നൽകിയിരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ഇറ്റ്. ബട്ട് ഈ ഹൈ ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. ജിബിൻ എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ഫോഴ്സ് മോട്ടോഴ്സുമായി ബന്ധപ്പെട്ട സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 9514 എന്ന റേഞ്ചിലായിരുന്നു ഓഹരി ക്ലോസ് ചെയ്തത്. സോ ഫോഴ്സ് മോട്ടോഴ്സിന്റെ ട്രേഡിംഗ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാലും ഇറ്റ് ഈസ് വെരി മച്ച് ബുള്ളിഷ്. ആൻഡ് ഈ ഒരു സ്റ്റോക്കും മഹീന്ദ്ര പോലെ തന്നെ അതിന്റെ ഓൾ ടൈം ഹൈ ലെവൽസിലാണ് ട്രേഡിംഗ് നടത്തി വരുന്നത്. ബട്ട് കഴിഞ്ഞ 3 സെഷൻസ് ആയിട്ട് നമുക്കൊരു അല്പം പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 9,000 റുപ്പീസിലായിരിക്കാം നമ്മുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. പുതിയ ലോങ് പൊസിഷൻസ് ഈ ഹൈ ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് GPT ഹെൽത്ത് കെയർ ലിമിറ്റഡുമായി ബന്ധപ്പെട്ട സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ സെഷനിൽ 1% ഇടിവിൽ 170 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. കേസ് എടുക്കുമ്പോഴേക്കും ഇറ്റ്സ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ആൻഡ് ഈ സ്റ്റോക്ക് അടുത്ത കാലത്തായിരുന്നു ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. ലിസ്റ്റിങ്ങിന് ശേഷം കനത്ത സെല്ലിംഗ് ആയിരുന്നു ഈ സ്റ്റോക്ക് നേരിട്ടത്. ബട്ട് കഴിഞ്ഞ 4 ആഴ്ചകളായിട്ട് ഈ സ്റ്റോക്കിൽ ഒരു കൺസോൾട്ടേഷൻ നടന്നു വരുന്നുണ്ട്. സ്റ്റോക്കിൽ നമുക്കൊരു ബൈയിങ് അവസരം ലഭിക്കണമെങ്കിൽ 182 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. എങ്കിൽ മാത്രം നമുക്ക് ഷോർട്ട് ടേമിൽ ഒരു ബൈയിങ് അവസരം ലഭിക്കും. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 160 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് LG എക്യുപ്മെന്റ്സ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ സെഷനിൽ 1% നേട്ടത്തിൽ 661 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. LG എക്യുപ്മെന്റ്സ് ഇസ് ഓൾസോ മിഡ് ക്യാപ് സ്റ്റോക്ക് ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ആൻഡ് ഫെബ്രുവരി മാസത്തിലായിരുന്നു ഈ സ്റ്റോക്ക് നമുക്കൊരു ഓൾ ടൈം ഹൈ നൽകിയത് 713 രൂപയിൽ. അതിനുശേഷം ഈ സ്റ്റോക്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കൺസോൾട്ടേഷൻ കാണാൻ സാധിച്ചിട്ടുണ്ട്. ആൻഡ് സ്റ്റോക്കിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ടു ബെയറിഷ്. ആൻഡ് ഈ സ്റ്റോക്കിൽ നമുക്കൊരു ബുള്ളിഷ് ബ്രേക്ക് ഔട്ട് നൽകണമെങ്കിൽ സ്റ്റോക്ക് 675 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് IRCTCയിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ സെഷനിൽ 1% നേട്ടത്തിൽ 1086 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. IRCTC, ഇർകോൺ, RVNL, IRFC, ടെക്സ്മാക്കോ, റെയിൽടെൽ മുതലായ എല്ലാ റെയിൽവേ സ്റ്റോക്സിലും ഒരു നല്ല ഹെൽത്തി കറക്ഷൻ കൺസോൾട്ടേഷന് ശേഷം വീണ്ടും നല്ലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് വരുന്നുണ്ട്. IRCTCയുടെ കേസിൽ ഇന്നലത്തെ ട്രേഡിംഗിൽ നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ കാണാൻ സാധിച്ചു. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. കറണ്ട് ലെവൽസിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ 1000 രൂപയിലായിരിക്കാം നമ്മുടെ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഒന്നിലധികം പ്രേക്ഷകർ ചോദിച്ച മറ്റൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ഫെഡറൽ ബാങ്കുമായി ബന്ധപ്പെട്ട വ്യൂ ആണ്. കഴിഞ്ഞ സെഷനിൽ 3% നേട്ടത്തിൽ 167 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സോ ഫെഡറൽ ബാങ്ക് കഴിഞ്ഞ ദിവസം അതിന്റെ റിസൾട്ട് ഷെയർ ചെയ്തിരുന്നു. റിസൾട്ട് വളരെ ഒരു എക്സൈറ്റിംഗ് റിസൾട്ട് ആണെന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. കഴിഞ്ഞ 3 ആഴ്ചകളായിട്ട് ഈ സ്റ്റോക്കിൽ നല്ലൊരു അപ്വേർഡ് മൂവ്മെന്റ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇൻഫാക്ട് മാർച്ച് മാസത്തിന്റെ ഒരു ലോവസ്റ്റ് ലെവല് നോക്കിക്കഴിഞ്ഞാൽ 139 രൂപയായിരുന്നു. ആൻഡ് ഇന്നലത്തെ ട്രേഡിംഗിൽ പുതിയൊരു ഓൾ ടൈം ഹൈ 170 രൂപ 30 പൈസ വരെ എത്തിയിരുന്നു. നമ്മുടെ കൈവശം ഷെയർസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നിൽ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി നമുക്ക് പ്രിപ്പയർഡ് ആകാം. അതല്ലെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ദാറ്റ്. പുതിയ ലോങ് പൊസിഷൻസ് ഈ സ്റ്റോക്കിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. കറക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 155 രൂപ. മറ്റു പ്രേക്ഷകർ ചോദിച്ചിരിക്കുന്നത് ബന്ധൻ ബാങ്കുമായി ബന്ധപ്പെട്ട സാറിന്റെ വ്യൂ ആണ്.
സോ ബന്ധൻ ബാങ്കിന്റെ കേസ് നോക്കുമ്പോഴേക്കും ബന്ധൻ ബാങ്ക് കഴിഞ്ഞ ഒത്തിരി മാസങ്ങളായിട്ട് അണ്ടർ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബാങ്കിങ് സ്റ്റോക്കാണ് ബന്ധൻ ബാങ്ക്. ബട്ട് കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് ഈ സ്റ്റോക്കിൽ നമുക്കൊരു കൺസോൾട്ടേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. 168 രൂപയിലെ മേജർ സപ്പോർട്ട് ലെവൽ ഫോം ചെയ്തിരിക്കുന്നത്. നമ്മളൊരു പ്യോർ ട്രേഡിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആണെങ്കിൽ നമുക്ക് ഈ സ്റ്റോക്ക് ഇന്നത്തെ ട്രേഡിങ്ങിൽ 193 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കൊരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 202 രൂപയിലും അതിനെ തുടർന്ന് 218 രൂപയിലും ആയിരിക്കും രണ്ട് റെസിസ്റ്റൻസസ് ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്നത്. മറ്റൊരു പ്രേക്ഷകൻ CNDLMമായി ബന്ധപ്പെട്ട സാറിന്റെ വ്യൂ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സെഷനിൽ 688 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. പ്രിയ കമ്പനിയുടെ പേര് ഒരിക്കൽ കൂടെ പറയാമോ? CNDLM സർ. സോ സിയന്റിന്റെ കേസ് എടുക്കുമ്പോഴേക്കും അൺഫോർച്ചുനേറ്റ്ലി ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ ബെയറിഷ് ആയിട്ട് കാണുന്നത്. കഴിഞ്ഞ 2 ആഴ്ചകളായിട്ട് കണ്ടിന്യൂസ്ലി വി ആർ സീയിങ് സെല്ലിംഗ് പ്രഷർ. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് വൈൻഡ് അപ്പ് ചെയ്യുക. അറ്റ് ദ മൊമെന്റ് നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു ബുള്ളിഷ് ട്രിഗറും കാണാൻ സാധിക്കുന്നില്ല. മറ്റൊരു പ്രേക്ഷകൻ ഗോപാൽ സ്നാക്സ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട വ്യൂ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സെഷനിൽ 319 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സോ ഗോപാൽ സ്നാക്സ് അടുത്ത കാലത്തായിരുന്നു ഈ ഷെയർ ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. ലിസ്റ്റിംഗ് നടന്ന സമയത്ത് സ്റ്റോക്ക് നമുക്കൊരു ഓൾ ടൈം ഹൈ നൽകിയത് 392 രൂപയിലായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ ഒരു മാസമായിട്ട് തുടർച്ചയായിട്ട് വി ആർ സീയിങ് സെല്ലിംഗ് പ്രഷർ. ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് അറ്റ് ദ മൊമെന്റ് ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. സ്റ്റോക്കിന് 308 രൂപയിൽ ഒരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്ത് വരുന്നുണ്ട്. ബട്ട് നമുക്ക് ഇതൊരു ബോട്ടം കൺഫർമേഷൻ ഇതുവരെ ലഭിച്ചിട്ടില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 308 രൂപയിൽ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക. 331 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. ഒന്നിലധികം പ്രേക്ഷകർ ചോദിച്ചിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡുമായി ബന്ധപ്പെട്ട വ്യൂ ആണ്. കഴിഞ്ഞ സെഷനിൽ 2% നേട്ടത്തിൽ 173 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. IOC കഴിഞ്ഞ ആഴ്ച ഇതിന്റെ ക്വാർട്ടർലി റിസൾട്ട് നൽകിയപ്പോൾ വളരെ ഒരു എക്സൈറ്റിംഗ് റിസൾട്ട് അല്ലായിരുന്നു. എങ്കിൽ പോലും കഴിഞ്ഞ ഒരു 2-3 ആഴ്ചകളായിട്ട് ഈ സ്റ്റോക്ക് ഒരു കൺസോൾട്ടേഷൻ നടത്തി വരുന്നുണ്ട്. 155 മുതൽ 180 രൂപ ആ ഒരു റേഞ്ചിൽ. സോ പ്യോർ സ്പെക്യുലേഷൻ, പ്യോർ ട്രേഡിങ്ങിന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആണെങ്കിൽ 182 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ നമുക്കൊരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. ഹിന്ദുസ്ഥാൻ പെട്രോളിയം, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഭാരത് പെട്രോളിയം ഈ 3 സ്റ്റോക്സിലും നമുക്ക് ഷോർട്ട് ടേമിൽ അപ്വേർഡ് മൊമെന്റം എക്സ്പെക്ട് ചെയ്യാം. കാര്യം എന്തെന്നാൽ ക്രൂഡ് ഓയിലിന്റെ വില ബെയറിഷ് ആകും തോറും ഇത്തരം സ്റ്റോക്സിൽ നമുക്ക് ബുള്ളിഷ് മൊമെന്റം പ്രതീക്ഷിക്കാം. എന്തായാലും പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. എങ്കിൽ പോലും സാറിനെ ഫ്രീ ആക്കുന്നതിന് മുൻപായിട്ട് അവസാനമായി ഡാബർ ഇന്ത്യയിലുള്ള സാറിന്റെ വ്യൂ കൂടി ചോദിക്കുകയാണ്. കഴിഞ്ഞ സെഷനിൽ 4% നേട്ടത്തിൽ 528 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സോ ഡാബർ ഇന്ത്യയുടെ കേസ് എടുക്കുമ്പോഴേക്കും കഴിഞ്ഞ 1.5 വർഷങ്ങളായിട്ട് അണ്ടർ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കാണ് ഡാബർ ഇന്ത്യ. അറ്റ് ദ മൊമെന്റ് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. ഇന്നലെ ഒത്തിരി മാസങ്ങൾക്ക് ശേഷമായിരുന്നു നമുക്ക് ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിച്ചത്. 542 രൂപയിൽ വളരെ സ്ട്രോങ് ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ട്രെൻഡ് രണ്ടും തന്നെ ബുള്ളിഷായി മാറും. താങ്ക് യു സോ മച്ച് പ്രദീപ് സർ, ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചതിന്. അതോടൊപ്പം തന്നെ മാർക്കറ്റ് പ്ലസ് ഷോയിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്ത ഹരിപ്രസാദ് സാറിനും നന്ദി അറിയിക്കുകയാണ്. രണ്ടുപേരും ഇന്നിപ്പോൾ മാർക്കറ്റ് പുതിയൊരു ഉയരങ്ങളിലേക്ക് എത്തുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും മാർക്കറ്റ് പ്ലസിന്റെ ഷോ ഇവിടെ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. പുതിയൊരു സെഷനുമായിട്ട് നാളെ കാണാം. അതുവരേക്കും നന്ദി.